ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷനാണ്. അതായത് എൻ്റെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ അവിടെ കൊച്ചുമോൻ്റെ കുർബാന സ്വീകരണം കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടാലോ. കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കടന്നു വരേണ്ടതാണ്. The world is full of diamonds and gems, and we are having some of them here today to build this event. So let's welcome dear George Uncle, Lee Landy, and Augusto to the stage. അവരോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളായ ബേബേട്ടൻ, ദേജേച്ചി, മക്കളായ എഞ്ചലിൻ, അഗസ്റ്റോ, ഏഞ്ചലോ ആൻഡ് നമ്മുടെ ഇത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഫാദർ അനിലച്ചൻ, എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഓരോ നിമിഷവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പ്രാർത്ഥന ചൊല്ലാനും നല്ല മിടുക്കരാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നിമിഷത്തെ ബ്ലെസ് ചെയ്യാനായിട്ട്, പ്രയറിനായിട്ട് അഗസ്റ്റോ, ഏഞ്ചലോ, എഞ്ചലിൻ ആൻഡ് ജോവാൻ അവരെ ക്ഷണിക്കുന്നു. In this place today, Holy Spirit, come and have your way, have your way. As we lay aside our own desires, sweep across our hearts in holy fire, have your way. This is your house and your home. We welcome you, lovely welcome you. This is your house and your home. We welcome you today. We welcome you today. We welcome you today. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഇതോടെ നാൾ രാജ്യവും നീക്കങ്ങളിലാവുന്ന ആമേൻ. കർത്താവായ ദൈവമേ, ഈ സമയത്ത് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിന് എല്ലാ നല്ല കാര്യങ്ങളും ഓർക്കുന്നു. ഞങ്ങളുടെ വേദന ഞങ്ങളെ സഹായിച്ചും കഷ്ടപ്പാട് ഞങ്ങളെ ഉയർത്തിയുമായിട്ട് ഞങ്ങളെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ 50 വർഷമായ ജോലിയിലെയും പ്രത്യേകമായിട്ട് സ്നേഹിച്ചവർക്ക് ഒന്നിച്ചു പോകാൻ സാധിച്ചതിനോട് കർത്താവ് നന്ദി പറയുന്നു. അവിടേതായുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിച്ച് ബുദ്ധിമുട്ടുകളുടെ ക്ലേശങ്ങളിലൂടെ
നഷ്ടങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയ അവസരത്തിൽ കർത്താവ് നീ അവരെ സഹായിച്ചതിൽ ഓർത്തും ഇപ്പോഴും സന്തോഷമായിട്ട് അവരെ സഹായിക്കുന്നു. എന്നോർത്ത് കർത്താവ് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിന്റെ കൃപയാനുഭവം ഇനി ധാരാളമായിട്ട് അവർക്ക് നൽകാനും മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിലും ഐക്യത്തിലും വളർന്ന് അങ്ങയോട് കൂടെ സ്നേഹത്തിൽ നീങ്ങുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും സ്നേഹവും ആരോഗ്യവും ആത്മീയമായ കൃപകളും അവർക്ക് നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ. അവരുടെ കുഞ്ഞുമക്കളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നന്ദി പറയുന്നു. ഞങ്ങൾ അവിഷ്ടയെ ഓർത്ത് കർത്താവെ അവൻ വളർന്നു വരുന്നു. അവൻ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച് അവൻ ശക്തിയിലേക്ക് വരുന്നതിൽ ഓർത്ത് കർത്താവ് എല്ലാവരുടെയും കയ്യടികളും സ്നേഹമാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോഴാണ് ഈ സെലിബ്രേഷൻ ഏറ്റവും മനോഹരമാവുക. സോ ഇപ്പോൾ നമ്മൾ ലൈറ്റ്നിങ് ദ ലാമ്പിലേക്ക് കിടക്കുകയാണ്. സോ ജോർജ് അങ്കിളും ലീലാൻഡിയും അഗസ്റ്റും ചേർന്ന് നടുവിലെ തിരി തെളിയിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ആ സന്തോഷം പങ്കെടുക്കുക. അടുത്തതായിട്ട് അന്വേഷണൊരു തിരി തെളിയിക്കും. തൊഴിലേട്ടനും ചേച്ചിയും കുട്ടികളും ഒരുമിച്ച് ചേർന്നിട്ട് മൂന്നാമത്തെ തിരി തെളിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ള ജീവിതവും ഏറ്റവും പ്രകാശപൂർണമായി തീരട്ടേന്ന്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടി പ്രകാശം പരത്തുന്നതാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രകാശം പരത്തുന്നതാകട്ടെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാം. എന്നിട്ടാണ് കേക്ക് കട്ടിയാൻ പോകുന്നത്. 50 വർഷം അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്കറിയാം അല്ലേ? 4, 5, 10 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നവരൊക്കെ അവർക്കറിയാം. അപ്പോൾ 50 വർഷം എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ജോർജ് അങ്കിളിൻ്റെയും ലീലാൻ്റെയും ഒത്തിരി സ്നേഹത്തോടുകൂടിയിട്ട് കേക്ക് കട്ടിയാൻ ക്ഷണിക്കുകയാണ്, മധുരം പങ്കുവയ്ക്കാനായിട്ട്. അവർ പരസ്പരം കേക്ക് കട്ട് ചെയ്ത് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കേക്കുകൾ കൈമാറുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് അവരുടെ 2 മക്കള്, ബെവിലേട്ടനും എൻ്റെ അച്ഛനും. സോ പരസ്പരം ഒരുമിച്ച് ഷെയർ ചെയ്യാം കേക്ക്. ഓക്കെ, ഒന്ന് കൈയടിച്ചേ. മക്കളായ ബെവിലേട്ടനും അല്ലച്ചനും പരസ്പരം മധുരം പങ്കുവയ്ക്കാം. അതുപോലെ അതിനുശേഷം ചേച്ചി കൊച്ചുമക്കള് ഏഞ്ചലോ അഗസ്റ്റോ എല്ലാവരും പരസ്പരം മധുരം പങ്കുവയ്ക്കുകയാണ്. കൈയടിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ.
അവർക്ക് ഒരു പ്രചോദനം സന്തോഷത്തിനാവട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുതൽ സന്തോഷമാണ് അവരുടെ ഏറ്റവും നല്ല ഈ മൊമെന്റ്സ് കാണാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോഴത് ഏറ്റവും സൂപ്പറായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും പരസ്പരം ഷെയർ ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ഈ കേക്ക് നമ്മളെ ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണല്ലേ കേക്കൊക്കെ. സോ എല്ലാ അവസ്ഥയിലും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മളെ ഓർപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേക്ക് കട്ടിങ്. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ കൊച്ചു കഥാപാത്രം ആരാ നിങ്ങൾക്ക് അറിയോ? അറിയാലേ? ആരാ? അഗസ്റ്റോ. ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. അപ്പൊ ഇനി അടുത്തതായിട്ട് അഗസ്റ്റോ ആണ് കേക്ക് കട്ടിയാൻ പോണേ. ദ സ്റ്റാർ ഓഫ് ദ ഡേ, അഗസ്റ്റോ ബേബി is going to cut the cake. So put your hands together and encourage him. So അഗസ്റ്റോയ്ക്ക് കേക്ക് ഒക്കെ ഭയങ്കര ക്രേസ് ആണ്. So അഗസ്റ്റോയും വെയിറ്റ് അഗസ്റ്റോ പ്ലീസ് വെയിറ്റ്. അഗസ്റ്റോന്റെ കൂടെ ബെവലേട്ടൻ, ഡേജി ചേച്ചി ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുക. Yes. May God bless you, Agusto, throughout your life. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളൊക്കെ അഗസ്റ്റോയുടെ കൂടെ ഉണ്ട്. ഇനിയുള്ള ജീവിതം ഈശോയുടെ കൂടെ ജീവിക്കാനായിട്ട് ഈശോ നിന്നെ സഹായിക്കട്ടെ. ഓക്കെ, അഗസ്റ്റോ കേക്ക് കട്ട് ചെയ്ത് അഗസ്റ്റോയുടെ പാരൻസിന് ആദ്യം കൈമാറ ബെവലേട്ടൻ, ചേച്ചി. മ്യൂസിക് റെഡി ആയിട്ടുണ്ട്. കൈ അടിച്ചോ? ചിരി വരുന്നുണ്ടോ? എല്ലാവരും മുഖത്ത് അമ്പരമെല്ലാം നാദാ നീ കണമേ വാവായിസോയേ ഞങ്ങളിൽ വാഴുവാൻ നിന്നോടൊപ്പം ഒന്നായെന്നും ഞങ്ങൾ വളർന്നിടുവാൻ നാദാ ഞങ്ങൾ വളർന്നിടുവാൻ കുഞ്ഞിലൊന്നാവിൻ കുർബാനയായി ഈശോ നീ വരണേ കുഞ്ഞു മനസ്സ് നമ്പരമെല്ലാം നാദാ നീ കണമേ നാദാ നീ കണമേ എല്ലാ ഹൃദയവും വെണ്മയാക്കുന്നവൻ ദിവ്യകാരുണ്യമല്ലോ എന്നും ഞങ്ങളെ കൈപിടിക്കുന്നവൻ ഈശോയെ നീയല്ലയോ എല്ലാ ഹൃദയവും വെണ്മയാക്കുന്നവൻ ദിവ്യകാരുണ്യമല്ലോ എന്നും ഞങ്ങളെ കൈപിടിക്കുന്നവൻ ഈശോയെ നീയല്ലയോ വാവാ ഈശോയേ ഞങ്ങളിൽ വാഴുവാൻ നിന്നോടൊപ്പം ഒന്നായെന്നും ഞങ്ങൾ വളർന്നിടുവാൻ നാദാ ഞങ്ങൾ വളർന്നിടുവാൻ കുഞ്ഞിടം നാവിൻ കുർബാനയായി ഈശോ നീ വരണേ കുഞ്ഞു മനസ്സ് നമ്പരമെല്ലാം നാദാ നീ കണമേ നാദാ നീ കണമേ. കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സും ഉണ്ട്. നമുക്ക് കുറച്ച് നേരം അതൊന്ന് ആസ്വദിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you.
ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. കുറച്ചും കൂടി കാണാൻ തോന്നിയില്ലേ? കുറച്ചും കൂടി മൊമെന്റ്സിലേക്ക് സൂപ്പർ ആയിരുന്നല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ആന്റി ആ പഴയ മന്ത്രകൂടി എടുത്ത് കൊടുത്ത് ഫോട്ടോ എടുത്തിരിക്കുക. എപ്പോ സംഭവിച്ചു ആന്റി? ഞാനറിയില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അമേരിക്കയിൽ നമുക്കൊരാൾ വന്നിട്ടുണ്ട് ഇവിടെ. ആനിലച്ഛൻ. ഞങ്ങൾ അങ്ങനെ പറയാ. അച്ഛാ, എന്നെ അച്ഛനെ വിളിക്കുക. അച്ഛൻ കുറച്ച് സംസാരിക്കാണ്ട് നിന്നോട്. ഓർക്കുന്നുണ്ട്. പിന്നെ ജീവിതം മുന്നോട്ട് പോയി പിന്നെ ജോർജിയൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം ഒരു ഓഫ് റോഡ് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞ പോലെ കർത്താവിനെ ആശ്രയിച്ചു പരിശ്രമിച്ചു പിന്നെ മക്കളിലൂടെ ഈ നല്ല നിലയിൽ എത്തിച്ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം നന്ദി പറയാം. രണ്ടുപേർക്കും എല്ലാവരും ആശംസിക്കും. ഞാനും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ ക്രിസ്തു അറിയിച്ചു എന്നെ അതുപോലെ വെച്ചു. അപ്പോൾ ഈ ക്രിസ്തുവിനെ അറിയാം, എനിക്ക് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ സ്റ്റേജ് വെച്ച് നിങ്ങളുടെ നാളെ കാണട്ടെ എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ എല്ലാവരും ആശംസകൾ പ്രാർത്ഥന. താങ്ക് യു. ഇനി ആശംസകൾ അറിയിക്കാനായിട്ടും അതുപോലെ പൊന്നാട് അറിയിക്കാനുള്ള സമയം തന്നെയാണ്. ഞാൻ മേരി ആന്റിനെ ജോസ് മംഗലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം ബില്യാൻജി നമ്മുടെ സമയം കുറച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പാട്ടും ഡാൻസ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. മേരി ആന്റി രണ്ടു വാക്ക് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ജോസ് മംഗലിനെ കുറിച്ച് കവിതയും കൂടി പാടുന്നതാണ്. അഗസ്റ്റോ വിളിച്ചിരിക്കുക. നിങ്ങൾക്ക് ഫുഡ് എടുത്ത് തുടങ്ങാം കേട്ടോ. ഓൾറെഡി ലേറ്റ് ആണ് നമുക്ക്. അപ്പോൾ പ്രിയപ്പെട്ട വീട്ടുകാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുക. പ്രത്യേകിച്ച് പപ്പയുടെയും മമ്മയുടെയും 50ാമത്തെ വിവാഹ വാർഷികം അഗസ്റ്റോന്റെ ഹോളി കമ്മ്യൂണിയൻ ഒത്തിരി സന്തോഷം മനസ്സിൽ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ പപ്പയുടെയും മമ്മയുടെയും ഈ ഒരു 50 വർഷത്തെ ഈ യാത്രയ്ക്കകത്ത് ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. നമുക്കറിയാം എവിടെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ലൈഫായിട്ട് കണക്റ്റഡ് ആണ്. ഇന്ന് ഈ 50 വർഷം പപ്പയും മമ്മയും പൂർത്തീകരിച്ചതിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെല്ലാവരും കൂടി വേറെ സന്തോഷം. ആദ്യം തന്നെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അപ്പനും അമ്മയെ തന്നെ ഓർക്കുന്നുണ്ട്. രണ്ടാമത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ചുരുക്കാം. അതുപോലെ നന്ദിയോട് ഓർക്കുന്നത് മരിയ ലാലിസിനെയാണ്. നമ്മുടെ തുടക്കം മുതലേ ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ കാര്യങ്ങളും കൂടിയുള്ള ഒരു അച്ഛനാണ് മരിയ ലാലിച്ചൻ. ഞാൻ അച്ഛനാവാൻ പോകാനായിട്ട് ഒരു കാരണം കൂടെ മരിയ ലാലിച്ചൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ആദ്യമേ ഇവിടെ വരെ വന്ന അച്ഛനോട് പ്രത്യേകിച്ച് ഏറെ സന്തോഷം സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേട്ടൻ്റെയും എൻ്റെയും പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ ഫ്രണ്ട്സായിട്ട് ചേച്ചിയുടെ ഒക്കെ ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിയോട് ഓർക്കുന്നു. നാട്ടുകാരെ, ഞങ്ങളെ ഈ ഒരു വളർച്ചയിലാണ് കൂടി ഉണ്ടായിരുന്ന എല്ലാ സ്നേഹപ്പെട്ട ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും അത് നാട്ടുകാരെ മുതൽ ഉൾക്കാട് വരെയുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സിന് എല്ലാവരും പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ ഇന്ന് മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ച് തന്നിട്ടുള്ള കേക്ക് മുതൽ സൗണ്ട് സിസ്റ്റം, മ്യൂസിക്കും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ ആരും വിട്ടുപോയിട്ടില്ലെന്ന് കരുതുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഇനി നന്ദിയോട് ഓർക്കുന്നു. നിങ്ങൾ വന്നത് ഏറെ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ അഗസ്റ്റോന്റെയും ആഞ്ചലിന്റെയും എല്ലാം ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഒരാളെ വിഷ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡബിൾ ബ്ലെസ്സിംഗ് ആണ്.
both the donor and the recipients are blessed by heaven. അതുകൊണ്ട് ഒരു 2 വാക്യം വിഷയമാണെന്ന് എന്നെ പറഞ്ഞ ആളോട് എനിക്ക് നന്ദി പറയണം. കാരണം അത് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയ അനുഗ്രഹമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് എന്നോട് വിഷയം പറഞ്ഞ ആളോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡബിൾ ബ്ലെസ്സിംഗ് ആണ്. കാരണം 74 ആരംഭിച്ച അവരുടെ ഒന്നിച്ചുള്ള യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കൊച്ചുമകൻ, അവരുടെ ഏറ്റവും ഇളയത് ഈശോയെ സ്വീകരിച്ചിരിക്കുന്നു. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈശോ ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിംഗ് കൂടിയാണ്. അവരെന്തുകൊണ്ട് ഒന്നിച്ചു പോയി എന്ന് പറയുകയാണെങ്കിൽ, പള്ളിയിൽ താലി കെട്ടി എല്ലാവർക്കും അറിയാം നമ്മളൊരു വാചകം, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം സഞ്ചരിച്ച്. ഇത് മനസ്സിൽ കരുതി വെച്ച് എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളിലും അത് ഓർത്തുകൊണ്ട് ജീവിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ 50 വർഷം കഴിഞ്ഞിട്ടും അവര് വളരെ സന്തോഷത്തോട് ഒന്നിച്ച് കൈകോർത്തിങ്ങനെ പോകുന്നു. ഈ ഒരു കാര്യം യങ് ജനറേഷനെ, ന്യൂ ജനറേഷനെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കല്ല ദാമ്പത്യം എന്ന് ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ട് വിജയശ്രീയിൽ ആരാധനയായി നിൽക്കുകയാണ് ജോർജേട്ടനും ലീലയും. അപ്പോ യങ് ജനറേഷൻ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോ ഈ സന്തോഷമായ സന്ദർഭത്തില് മുത്തിയമ്മയുടെ ലീഡർഷിപ്പില് വലിയൊരു സ്വർഗത്തിൽ നിന്നൊരു പടം തന്നെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻവിസിബിൾ ആയിട്ട്, പക്ഷെ എനിക്ക് കാണാനുണ്ട്. അതില് മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി.ടി. വർഗീസും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലോനപ്പൻ തെക്കുപുറമൻ ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും പിന്നെ വെള്ള പൂക്കളെ ഇങ്ങനെ ഇവിടെ വേർത്ത് വർഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പൂക്കൾ എനിക്ക് കിട്ടുന്നുണ്ട്. നിൽക്കുന്നവർക്ക് യാതൊരു രക്ഷയില്ല, നിങ്ങൾക്കൊന്നും കിട്ടില്ല. അങ്ങനെ ഇവരുടെ ജീവിതം 30 വർഷം നിൽക്കുന്നു. 50 കൊല്ലം മുമ്പ് നമ്മുടെ അയൺമാൻ പി.ടി. വർഗീസ് മറ്റൊരു അയൺമാനായ മിസ്റ്റർ ലോനപ്പൻ തെക്കുപുറത്തിനോട് ചോദിച്ചു, എന്റെ 5ാമത്തതും സുന്ദരനും സുശീലനും സൗമ്യനുമായ എന്റെ മകനെ, നിങ്ങളുടെ സുന്ദരിയായ മകളെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. മിസ്റ്റർ ലോനപ്പൻ തെക്ക് പറഞ്ഞ് യാതൊരു സംശയമില്ല, സ്വർണ്ണേട്ടാന്ന് പറഞ്ഞു. ദീർഘോർപ്പിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയായി നടന്നു. അങ്ങനെ ജോർജേട്ടൻ ചക്കമരത്തിന്റെ ഇടയിലൂടെ ചന്ദ്രനെ കാണുന്ന സുന്ദരിയെ കൈപിടിച്ച് വലിയൊരു കുടുംബത്തിലേക്ക് കേട്ടുകൊണ്ടുവന്നു. സാധാരണ ഇനി ന്യൂ ജനറേഷനുള്ള വേറെ പോയിന്റോട് ഞാൻ പറയാം. വലിയൊരു കൂട്ടുകുടുംബത്തിലേക്കാണ് കയറുന്നത്. ആ പുതുക്കാട് വെണ്ടൂർ ഭാഗമല്ലാതെ നമ്മുടെ ഈ സുന്ദരി ഒന്നും കണ്ടിട്ടില്ല ഭൂമിയിൽ. 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമുള്ളൂ. നല്ല സൗന്ദര്യമുണ്ട്, വേറെ ഒന്നും കൈമുതലായിട്ടില്ല. പക്ഷേ ഒന്നുണ്ടായിരുന്നു സുന്ദരിക്ക്, കൂട്ടുകുടുംബത്തിലെ എങ്ങനെ സുന്ദരമാക്കാം, സന്തോഷപൂരിതമാക്കാം എന്നുള്ള എല്ലാവരോടും കൂടിയിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. സെൽഫിഷ്നെസ് പാടേയില്ല. സ്വന്തം കംഫർട്ട് സ്റ്റേഷൻ അന്വേഷിക്കാനേ പാടില്ല. ഹൈലി ടോളറബിൾ ആയിരിക്കണം. ഈ 3 ഗുണങ്ങളും വേണ്ടിടത്തോളം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു കാലത്ത് 28 പേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. സപ്പോസ് ചെയ്യാൻ പറ്റുമോ ന്യൂ ജനറേഷനിൽ 28 പേരാണ് ഞങ്ങൾ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ. ഈ കൂട്ടുകുടുംബ ജീവിതം വളരെ സന്തോഷകരമായി കൊണ്ടുപോകാൻ ലീലാന്റിക്ക് സാധിച്ചു. എല്ലാവരും ഞാൻ പറയുകയാണെങ്കിലേ, ലീലാന്റിയുടെ കഥ കേട്ട് ലീലാന്റിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി തിന്നാത്ത ഒരു കുട്ടി പോലും ഞങ്ങളുടെ ഇല്ല.
അവരുടെ ജീവിതം വളരെ നന്നായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങളുടെ ജോർജേട്ടൻ കേൾക്കാണ്ട് 2 കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ സ്വകാര്യമായിട്ട് 2 കാര്യങ്ങൾ പറയാം. ചെറുപ്പത്തിലെ ഈ സുന്ദരനും സുശീലും സൗമ്യനാണ് ഇയാള്. ഭയങ്കരമായ ടെർലിംഗ് ഷർട്ട് ഇട്ട് നടക്കുള്ളൂ. ഞങ്ങളുടെ സ്കൂളിൽ പോണ പുസ്തകങ്ങളൊക്കെ കീറി പറഞ്ഞതാവും. ഇയാളുടെ ബുക്സൊക്കെ ബൈൻഡിട്ട് ഭയങ്കര ഫോമിലാണ് നടക്കുക. ഇത് കണ്ടിട്ട് ഒരുപാട് ലേഡി ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിലെ 2 ആൾക്ക് കട്ട പ്രേമമായിരുന്നു. ഇത് അറിയാൻ പറഞ്ഞിട്ടില്ല, കട്ട പ്രേമമായിരുന്നു. അവർക്ക് പണ്ട് കാലത്ത് ഓട്ടോമോഷൻ ഇല്ലാത്തതുകൊണ്ട് 1, 2, 3 കൊല്ലമൊക്കെ തോറ്റിട്ട് എനിക്ക് 10-18 വയസ്സായിരുന്നു എൻ്റെ കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ പേടിച്ചിട്ട് 2 പേര് പ്രപ്പോസ് ചെയ്തില്ല. അതുകൊണ്ട് ജോർജേട്ടൻ രക്ഷപ്പെട്ടു. ആ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ രഹസ്യം പറയാം. ഞാൻ കണ്ടാത്ത രഹസ്യമല്ല, ഒരു ആളെ പറ്റിയുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ വീട് ഒരുപാട് സ്ഥലമുള്ളതാണ്, ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരത്തിന്റെ മുകളിൽ കയറാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഏത് മരത്തിന്റെയും തുഞ്ചത്ത് പോയിരുന്ന് എന്ത് സാധനം പൊട്ടിച്ചുകൊണ്ട് വരും. അപ്പൊ നല്ല ചക്ക മാങ്ങയൊക്കെ പൊട്ടിക്കണായിട്ട് അമ്മയുടെ ഒരു പിടിയുണ്ട്, ജോർജ് മോനെ അറിയാൻ ചക്കിടാനാണ്. അപ്പൊ പോയി ഏത് മരത്തിന്റെ മുകളിൽ പോയാലും യാതൊരു കുഴപ്പമില്ലാതെ ഇറങ്ങി പോരും. അങ്ങനെ ഒരു പ്രാവശ്യം പേരയുടെ മുകളിൽ കയറിയിരുന്ന് പേരൊക്കെ പൊട്ടിച്ച് അവിടെ നന്നായിട്ടിരുന്ന് തിന്ന് താഴെ നിൽക്കുന്ന ഞങ്ങൾക്ക് പെങ്ങന്മാർക്ക് പേരക്കായൊക്കെ എറിഞ്ഞു തിന്നു. പേര ചതിച്ചു, കൊമ്പടിക്കും. പക്ഷെ യാതൊരു പ്രശ്നമില്ലാതെ അണ്ണാറക്കണ്ണം വീണ പോലെ 10 നിലത്തോന്നിരുന്നു രക്ഷപ്പെട്ട്. അങ്ങനെ ചില കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരുടെ ജീവിതത്തിലെ സഹയാത്രികരായിരുന്നില്ല ഞങ്ങള്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ല. നിങ്ങൾ എന്നെ ചിലപ്പോൾ കൈവച്ചൊന്ന് ഓടിപ്പിക്കും. അതുകൊണ്ട് ഇനി അധികം പറയുന്നില്ല. പിന്നെ അങ്ങനെ ഇവരുടെ സന്തോഷകരമായ ജീവിതം ആരംഭിച്ചു. അവർക്ക് 2 നല്ല സുന്ദരമായ 2 ആൺമക്കളെ തന്നു. പക്ഷേ അവർ പാർഷ്യാലിറ്റി കാണിച്ചില്ല. ഒന്നിനെ അപ്പനാക്കി, ഒന്നിനെ അച്ഛനാക്കി. ഒരു പാർഷ്യാലിറ്റി വേണം. അപ്പോൾ അതിന്റെ കാരണം വളരെ ക്ലേശകരവും സങ്കടകരവും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവരെ ഈശോയെ വിടാതെ, ഈശോയുടെ കൈ പിടിച്ചുകൊണ്ട് പ്രത്യാശ വിടാതെ, ഒപ്പം തങ്ങൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ടാണ് ജീവിച്ചത്. കല്യാണം കഴിഞ്ഞ വീർത്ത് പോയതേ ഉള്ളൂ. അതൊന്ന് ഒതുക്കിയതാണ്. അങ്ങനെയൊന്നുമില്ല. ഹലോ, ലീലാൻ്റെയും ജോർജനെയും ഏറ്റവും അടുത്തറിയുന്ന, ഏറ്റവും കൂടുതൽ അവരൊപ്പം സമയം ചെലവഴിച്ചിട്ടുള്ള ആൻറ്റിയാണ്, എൻ്റെ വലിയ ആൻറ്റിയാണ് ബേബി ആൻറ്റി. ബേബി ആൻറ്റിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സ്റ്റേജിലോട്ടൊക്കെ ഒന്ന് കയറാൻ. എന്നാൽ ആൻറ്റിയുടെ കഴിഞ്ഞാൽ സ്റ്റേജ് മൈക്കൊന്ന് കൈമാറാണ്. ആൻറ്റിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ആൻറ്റി പ്ലീസ്. ഹലോ, ഏറ്റവും സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ജോർജിൻ്റെയും ലീലയുടെയും ജൂബിലി 50 കൊല്ലത്തുന്ന ജൂബിലി ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഗസ്റ്റോ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കാനും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായി തന്നെ ആദ്യ കുർബാന സ്വീകരിച്ച അഗസ്റ്റോ മോനെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും സമൃദ്ധമായി ആന്റി നേർന്നുകൊള്ളുന്നു. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത്, അറിയുന്നതും അനുഭവിച്ചതുമായ എൻ്റെ സഹോദരൻ ജോർജിൻ്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ലീലയുടെയും
ഈ 50 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്നും അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ലീലയും ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 3ാമത്തെ മകളും ജോർജ് 5ാമത്തെ കുഞ്ഞുമാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് 10 മക്കളാണ്, അത് 5ാമത്തേതാണ് ജോർജ്. എന്നെ സംബന്ധിച്ച് ഞാനും ജോർജും തമ്മിൽ ഏകദേശം ഒരു 3 വയസ്സിൻ്റെ അടുത്ത് വ്യത്യാസമുള്ളൂ. വാസ്തവത്തില് ഒത്തിരി സന്തോഷം തോന്നി. 50 വർഷം ഞങ്ങൾക്കൊന്നും ഈ ഭാഗ്യം കിട്ടുമോ എന്ന് പോലും അറിയില്ല. വലിയൊരു ഭാഗ്യമാണ് 50 വർഷം വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. അതിന് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയ്ക്കും പറ്റിയില്ല, പല ആൾക്കാർക്കും പറ്റാത്ത ഒരു അവസ്ഥയാണ്. വല്യമ്മയുടെ പരിപാടി എത്തി. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ജോർജ് ആൻറ്റിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് 50 വർഷം ഒരുമിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഞാനിവിടെ ഈ കുടുംബത്തെ കാണുമായിരുന്നു. ഒരു അച്ഛനെ നമുക്ക് തന്നു. നമ്മുടെ തെക്കുംപുറത്തിൻ്റെയും പാലക്കൽ ഫാമിലിയുടെയും ഒരു ഭാഗ്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് കൊതി തോന്നി. ഫസ്റ്റത്തെ ജോർജായാലും ആൻറ്റിയും അവരൊക്കെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു നല്ല ഒരു സംതൃപ്ത കുടുംബം ആയിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞങ്ങളുടെ പാലക്കൽ കുടുംബത്തിൻ്റെയും തെക്കുംപുറ കുടുംബത്തിൻ്റെയും ഒത്തിരിയേറെ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും. ഒരുപാട് വർഷം ഇനിയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരിയേറെ കടമ്പകൾ, ബുദ്ധിമുട്ടുകൾ ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായിരുന്നു. കുറേയേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ജോർജാനും ആൻറ്റിയും 50 വർഷം ഇന്ന് പൂർത്തീകരിക്കുന്നത്. നമുക്കൊക്കെ ചില ആൾക്കാരുണ്ട് 1 വർഷം പോലും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ. 1 വർഷം, 10 വർഷം, 15 വർഷം, 25 വർഷം, അങ്ങനെ ഇരിക്കും. 50 വർഷം വലിയൊരു കടമ തന്നെയാണ്. ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ അപ്പൊ ഈ 50 വർഷം പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ട് സന്തോഷപൂർവ്വം 50 വർഷം പൂർത്തിയാക്കി ഏറ്റവും നല്ല ഒരു മകനെ നമ്മുടെ സഭയ്ക്ക് നൽകിക്കൊണ്ടാണ് അവർ മാതൃകാപരമായിട്ട് നമ്മളൊക്കെ കാണിച്ചു തരുന്നത്. നമ്മുടെ അഗസ്റ്റോനും ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച അഗസ്റ്റോനും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും നേരാണ്. ഇവിടെ ആരോ പറയുണ്ടായി ചിരി ഒരു 1.5 ചിരി തന്നെയാണ്. അത് ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഒരു ചിരി. അത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ചിരി തന്നെയാണ്. അത് അഗസ്റ്റോന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ പേരിലും അതില്ല. എന്നാലും ഇന്ന് റീതാനി സൂചിപ്പിച്ച പോലെ ലീലാൻഡിനെ മാറ്റിന്ന് ഒരു ഉരുള കിട്ടാത്ത കുട്ടികളുണ്ടാവില്ല എന്നറിയില്ല. എനിക്ക് ഒരാൾ ചോറ് വാരുന്ന ആകെ ഒരാളെ എനിക്ക് ഓർമ്മയുള്ളൂ, അത് ലീലാൻഡിനും. അത് തരാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ്. കാക്കമുട്ട, കുയിൽമുട്ട, നമ്മൾ കേൾക്കാത്ത എല്ലാ വേർഡ്സിനും മുട്ടയാണ്. പരുന്തിന്റെ മുട്ട, അങ്ങനെ എല്ലാം. അപ്പൊ ഈ കാക്കമുട്ട ആർക്ക് വേണ്ടി മടിയൊക്കെ, കാരണം അത്രയും ഉണ്ടാത്ത കുട്ടികൾ കാക്കോട്ട കഴിക്കണ്ടേ. അവർ ഭയങ്കര രസമാണ്. ഇത്രയും സ്നേഹമുള്ള ഒരു ആന്റി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. പലരായിട്ട് ഇടപെടുമ്പോൾ ചിലരുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ അറിയാണ്ട് അബ്സോർബ്. അത് നമ്മൾ അതിന്റെ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ലീലാൻഡിന്റെ കാര്യത്തിൽ പക്ഷേ എസ്പെഷ്യലി ലീലാൻഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റഡി ഹോളിഡേസിന് പഠിക്കാൻ പോയി നിന്നുണ്ട് ഈ ലീലാൻഡിന്റെ ജോർജിന്റെ വീട്ടിൽ. അന്ന് ബെബിലാൻഡും ഇല്ല, അല്ലാണ്ടും ഇല്ല. രണ്ടുപേരും ഒരാൾ തരത്തിലും ഒരാൾ സെമിനാറിയിലാണ്. അപ്പൊ ഞങ്ങളാണ് അവരുടെ പെറ്റ്സ്. അപ്പൊ ഭയങ്കരമായിട്ട് അവരുടെ സ്നേഹവും അവരുടെ ലീലാൻഡിന്റെ ഫുഡും ഒക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പൊ അവർ ഇപ്പോഴാണ് ഇവരുടെ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള എനിക്ക് അത് കിട്ടിയിരിക്കുന്ന അമ്മാമയുടെ കയ്യിലാണ്. ഞങ്ങൾക്ക് അമ്മാവയുടെ അപ്പൻ്റെ ഫാൻസ് വരും. അമ്മ തരും നമുക്ക് അത് പറയാം. അമ്മ അല്ലാണ്ട് വരും. പക്ഷെ അവരുടെയൊക്കെ ഒരു ഇതാണ് നമുക്ക് ലീലാൻഡിൽ കാണാം. ലീലാൻഡിക്ക് ഒരു പെണ്ണ് കിട്ടി ലീലാൻഡിക്ക് അതിന് ജീവനുണ്ട്. നിന്നെ എത്ര നേരം ഞാൻ അന്വേഷിക്കുന്നത് ചോദിക്കും. നമുക്ക് ഇപ്പോൾ ആരോടും പറയുന്നത് പേരോടും പറയാം. അതുപോലെ എന്ത് കാര്യം ലീലാൻഡി ചെയ്യുന്നത് ഒരു പ്ലേറ്റ് എടുക്കണമെങ്കിൽ പറയാം. നീ എന്തെങ്കിലും ഞാൻ നിന്റെ രക്ഷപ്പെടും. നീ നിനക്ക് എനിക്ക് എല്ലാത്തിനും ചെയ്യുന്നത് എല്ലാ മനുഷ്യരോട് സ്നേഹമാണ്, എല്ലാ സാധനങ്ങളോടും സ്നേഹമാണ്. അങ്ങനെ ഒരു പ്രത്യേകം നമ്മൾ അറിയാതെ നമ്മൾ അങ്ങനെ ആവണമെന്ന് നമുക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊരു സാധനമാണ് നമ്മൾ അറിഞ്ഞിട്ട് ഒരാളെ കച്ചവടം ചെയ്യുന്നതല്ല. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ലീലാൻഡി. അതുപോലെ ജോർജിന്റെ കാര്യം പറയാനുണ്ട്. ജോർജിന് വരുമ്പോൾ കുറേ ജെയിംസ് ഫുഡായി അതുപോലെ കുറേ സാധനങ്ങളായിട്ടാണ് നമുക്ക് എത്തുന്നത്. ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ വന്നിട്ട് എപ്പോഴും
നമുക്ക് കൊത്തിയാണ് പോലത്തെ അംഗങ്ങളെ അനുമാനം കിട്ടാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ജോർജ് നീലാൻഡ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞാണ്, ഞാൻ കല്യാണം നിൽക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ വരെ പറഞ്ഞു, ഈ അച്ഛനെ അല്ലെങ്കിൽ അച്ഛൻ്റെ അപ്പനും അമ്മനെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ സിനിമയിൽ മാത്രം കാണുന്ന പോലത്തെ 2 പേഴ്സണാലിറ്റീസ് ആണെന്ന് ഞാൻ അതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആൾ ഇവിടെ ഇങ്ങനെ ചാൻസ് കിട്ടി പറഞ്ഞില്ലെങ്കിൽ അത് നഷ്ടമാവില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ സ്നേഹമൊക്കെ എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് ആ സ്നേഹം കരുതലും എല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻറ്റി, അങ്കിൾ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും. പാട്ട് പാടാനായിട്ട് സുമി ചേച്ചിനെ ഒന്ന് ക്ഷണിക്കുന്നു കേട്ടോ. താങ്ക് യു നവി ചേച്ചി. എന്തായാലും നമ്മുടെ പ്രോഗ്രാം വളരെ കളർഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി നല്ല എക്സ്പീരിയൻസുകൾ കേൾക്കാനുണ്ട്. അത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫാമിലി ആയതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. കാക്കം കോഴിക്കോട്ടെ ഓർത്ത് പറയണമെങ്കിൽ അത്ര സ്വീറ്റ് ആയിട്ടുള്ള ഫാമിലിയാണ് അവർ. സോ അടുത്തതായിട്ട് നമുക്ക് മനോഹരമായ പാട്ട് കേൾക്കാനായിട്ട് സുമി ചേച്ചിനെ വിളിക്കുന്നു. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്, കഴിക്കാം. ഇപ്പോൾ ഫോട്ടോ സെഷനിൽ കണ്ടു ഞാൻ കുറച്ച് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചെറിയൊരു ബ്രേക്ക് എടുക്കണം ഇടയ്ക്ക്. ഇപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഇതിലല്ലോ അതേപോലെ തന്നെ ഈനാന്റിയുടെയും അങ്ങനെ പൊക്കല്ലുണ്ട് സലാപ്പൊക്കട. അതേപോലെ തന്നെ ജോർജ് അങ്കിളിന്റെ ഈനാന്റിയുടെയും ഗോൾഡൻ ജൂബിലി നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ആക്ച്വലി വെറുതെ ഇരുന്നാൽ ശരിയാവോ? കുറച്ച് പണിയൊക്കെ കൊടുക്കണ്ടേ? ഞാൻ ഓക്കെ ഭയങ്കര പക്കത്തിലാണ്. ഞങ്ങൾക്ക് ഇവർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കിട്ടോ? ഈ കപ്പിൾസിന് ഫ്രീ ആയിട്ട് കിട്ടോ? ഈ ഗോൾഡൻ കപ്പിൾസ് ഓക്കെ. പണി കൊടുക്കാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളുടെ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ ആ പണി കൊടുക്കണമെങ്കിൽ രസം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും പണി കൊടുക്കുമ്പോൾ കൈയടിക്കേണ്ടതാണ്. വെറുതെ ഇരിക്കരുത് സ്റ്റില്ലായിട്ട്. മനുഷ്യന്മാർക്ക് പ്രായമാന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മാസത്തോളം ഭയങ്കര ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇതിന് പിന്നെ ഉണ്ണീഷായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് അഗസ്റ്റോട് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരുങ്ങി നമ്മളിങ്ങനെ ഒരു ക്രേവിംഗ് പോലെയാണ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റി ഈശോനെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ക്രേവിംഗ് ആണ്. കാരണം എങ്ങനെയായിരിക്കും, എന്ത് ഫീലിംഗ് ആയിരിക്കും അവിടെ നിൽക്കുമ്പോൾ ഈശോന്റെ അടുത്ത് വരുമോ, എന്റെ ഉള്ളിൽ വരുമോ എന്നുള്ള ആഗ്രഹം അതാണ് നമുക്ക്. അപ്പൊ നമുക്ക് അഗസ്റ്റോട് ചോദിക്കാം എങ്ങനെയാ ഒരുങ്ങിയെ, ഇനി എങ്ങനെയാണ് അവൻ ഉണ്ണീശോനെ അവരുടെ ലൈഫ് ലോങ് എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചു നോക്കാം. അഗസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റി കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല സന്തോഷി. എങ്ങനെയുണ്ടായി കൺവെൻഷൻ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് ലോങ് ഉണ്ണീശോനെ കയ്യിൽ പിടിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് ജോർജ് പിന്നെ നീലമ്മോടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജോർജ് പപ്പ ലേഡീസ് ഫസ്റ്റ് ജെന്റ്സ് ഫസ്റ്റ് മെൻസ് ഫസ്റ്റ് എങ്ങനെയാ? ലേഡീസ് ഫസ്റ്റ് ജോർജ് പപ്പൻ എങ്ങനെയാ? ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുമല്ലോ നമ്മളെപ്പോഴും. ആദ്യം പെണ്ണുങ്ങൾ സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ വേണോ ജോർജ് പപ്പ സംസാരിക്കണം? ജോർജ് പപ്പ സംസാരിക്കും. അപ്പൊ നമുക്ക് ജോർജ് പപ്പന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. ലീലാമാമേ, ജോർജ് പപ്പൻ എന്തെങ്കിലും ലീലാമാമ രണ്ട് നമുക്ക് പൂർത്തി കൊണ്ടുവരാം. വിട്ടൊന്നും പറയാം, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ കേൾക്കണം. രണ്ട് കാക്ക ജോർജ് പപ്പൻ ഇത് ലീലാമാമനെ കുറിച്ച് പൂർത്തി കൊണ്ടുവരാം. അത് രഹസ്യമില്ലാതെ ഇന്നായാലും നമ്മളെല്ലാം ബസ്സിൽ പറ്റി. അപ്പൊ ഇനി എന്തായാലും ബസ്സിൽ പോകണം. ഓ അവന്റെ സ്റ്റെബിലിറ്റിക്ക് ലീലമാമ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. നല്ല കയ്യിലുണ്ട്. ഇന്ന് എനിക്ക് പിള്ളേരോട് എനിക്ക് പറയാനില്ല, പക്ഷെ നിങ്ങളുടെ മാരീഡ് ആയിട്ട്
സപ്പോർട്ട് ചെയ്തോട്ടെ. ഭയങ്കര സന്തോഷം കൊണ്ടായിരിക്കും. പിന്നെ കാര്യത്തിൽ എല്ലാവരും എടുത്തുള്ള മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ലീലമ്മേ ജോസഫിന് ഒന്നാമ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഒരു ഫുഡ് സാമ്പാർ വലിയ ഇഷ്ടമാണ് പറഞ്ഞേക്കണേ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ആൻസർ ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം സോറി പറയാം. ലീലമ്മയാണോ ജോസഫമ്മ? ശ്രമിച്ചോളൂ. ഇപ്പൊ എനിക്ക് ആരാ ആദ്യം ക്ഷണം ചോദിക്കാം? അവിടെ പിടിച്ചു 2 മിനിറ്റ് ലീലമ്മ ആദ്യം പറയുന്നത് ആണോ? ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോസഫ് എന്താണ് ഏറ്റവും അവസാനമായിട്ട് ലീലമ്മോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? അല്ല, ഏറ്റവും അവസാനം ലീലമ്മോട് എന്നാ ഐ ലവ് യു എന്ന് പറഞ്ഞത്? നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പറയും. അതെ, ഈ 10 കൂട്ടക്കിടക്ക് വരുമ്പേ നിങ്ങൾ പറയാൻ കെട്ടിയോട് ഐ ലവ് യു അല്ലെങ്കിൽ സോറി എന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇങ്ങനെ വെറുതെ തിന്നാ മതിയോ? നമുക്ക് തിന്നാൽ ലീലമ്മ കഥ കേട്ടോ. ലീലമ്മ എന്തിനു വിളിക്കുന്നു? അയ്യോ, നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? ഒരു ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് പ്രപ്പോസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 15 ഇയറിലെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് കാണാൻ ആകുന്നുണ്ടോ? ഞാനൊരു വീഡിയോ പിടിച്ചിട്ട് യൂട്യൂബിൽ എന്നോട് പറ ഐ ലവ് യു എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. മലയാളത്തിൽ എന്തോ പറയാൻ ഫോട്ടോ എടുക്കാനാണ്. ഓക്കെ, അപ്പൊ ചെറിയ ബ്രേക്ക് നമുക്ക് കൊടുക്കാം. ആ ശരി ശരി.
ഡാൻസ് ഒക്കെ റെഡി ആക്കുന്ന കുറെ കുഞ്ഞുമക്കളോട് ഉണ്ട്. എൻ്റെ അടുത്ത് ഓടി വരണം കേട്ടോ. പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ അവരുടെ പക്ഷേ പേരറിയില്ല.
നീങ്ങിക്ക് മമ്മിയെ നമുക്ക് തുടങ്ങാം. എല്ലാവരും സ്റ്റേജുകളിലേക്ക് ഇരിക്കുന്ന മനുഷ്യരെന്ന് മോഹിച്ചിരുന്നത് ചില നേരങ്ങളിൽ ജീവിതം ചിലർക്ക് ചത്തമായി മാറും. കാലവാരം കൊണ്ട് നമ്മളെത്ര കണ്ണീർ പൊടിച്ചിരുന്നു ജീവിതം ആനന്ദമായി മാറും. ആനന്ദം പകർന്നു നൽകിയിരുന്ന ജഗദീശ്വരൻ തന്നെ എൻ്റെ കണ്ണീർ മഴ പിടിക്കുന്നു. ഇതത്തിലെ ജീവിതം എന്നും മനുഷ്യന് കടവറവസമല്ല. ദുഃഖങ്ങളൊക്കെ അകറ്റിയുള്ള ജീവിതമാണല്ലോ മോഹിച്ചിരുന്നത്. മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ തന്നെ മറ്റ യാത്രയും നിശ്ചയമാകുന്ന സത്യം വിസ്മരിക്കലിൽ ഒരുക്കി. മധുരമാം ജീവിതമെന്നാണല്ലോ മനുഷ്യരെന്നും ഗ്രഹിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ആ നിമിഷത്തിൽ അച്ഛന്മാർ വന്ന് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മയുടെ പ്രതീക്ഷയായിരുന്നു ജോർജിനെ ഒരു അച്ഛനാക്കണമെന്നുള്ളത്. പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ പോയില്ല. പക്ഷെ അമ്മയുടെ മനസ്സിൻ്റെ ആഗ്രഹം അത് നിറഞ്ഞു നിന്നു. അമ്മ അവന് വേണ്ടി അങ്ങനെ ഒരു മകനെങ്കിലും അച്ഛനാവണമെന്നുള്ള ആ ആഗ്രഹത്തിന് വേണ്ടി അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും അമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് അവൻ്റെ മകനെ ദൈവം തിരഞ്ഞെടുത്തു. അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ജൂബിലി അവസരത്തിലെ സ്നേഹം നിറഞ്ഞ ആശംസകളും ഭാവുകങ്ങളും ഒരിക്കലും
Albi Andrea Frangettini.